കണ്ണൂരിലേക്ക് പോയാൽ അവിടെ കണ്ണവത്ത് വീടിന് മുകളിൽ മരം വീണ് ഒരാൾ മരിച്ചു. പെരുവാ സ്വദേശി ചന്ദ്രനാണ് മരിച്ചത്. ഇന്ന് പുലർച്ചെയാണ് അപകടമുണ്ടായത്. പാലക്കോട് അഴിമുഖത്ത് തോണി മറിഞ്ഞ് ഒരാളെ കാണാതായി. പള്ളിക്കുന്നിൽ ദേശീയപാതയിൽ മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. സുനിൽ ഐസക് വിവരങ്ങൾ നൽകും കണ്ണൂരിൽ നിന്ന്. സുനിൽ, കണ്ണൂരിലും ഇത്തരത്തിൽ അനിഷ്ട സംഭവങ്ങൾ തന്നെയാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. രാവിലെ തന്നെ വീടിന് മുകളിൽ മരം വീണ ഒരാൾ മരിച്ചു എന്നറിയുന്നുണ്ട്. എന്തൊക്കെ വിവരങ്ങൾ കണ്ണൂരിൽ നിന്ന് പങ്കുവയ്ക്കാനുണ്ട്? നിലവിലവിടെ മഴയൊന്നുമില്ലല്ലോ. ഇന്നലെ രാത്രി ശക്തമായ മഴയും കാറ്റുമൊക്കെ ഉണ്ടായിരുന്നു മലയോര മേഖലകളിലടക്കം. അതിനിടയിലാണ് കണ്ണവം പെരുവയിൽ വീടിന് മുകളിലേക്ക് വലിയ മരം കടപുഴകി വീണ ഒരു 73-കാരൻ മരിച്ചിരിക്കുന്നത്. പെരുവയിലെ ചന്ദ്രൻ എന്ന 73-കാരനാണ് മരിച്ചത്. ഇന്ന് പുലർച്ചെ 1:30 അപകടമുണ്ടായിരുന്നത്. ചന്ദ്രനടക്കം ഈ വീട്ടിൽ 3 പേരാണ് ഉണ്ടായിരുന്നത്. ഇവർ അർദ്ധരാത്രിയാണ് കിടന്നുറങ്ങുന്ന സമയത്താണ് വലിയ മരം ഇവരുടെ വീടിന് മുകളിലേക്ക്, ആ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാം, കടപുഴകി വീഴുന്നത്. മറ്റ് 2 പേരും പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടിട്ടുണ്ട്. ചന്ദ്രന്റെ കിടന്നിരുന്ന കട്ടിലിന് മുകളിലേക്കാണ് ഈ മരം കടപുഴകി വീണതെന്നാണ് നമ്മൾ ദൃക്സാക്ഷികളൊക്കെ പറയുന്നത്. എന്തായാലും ചന്ദ്രനെ അവിടെ നിന്ന് ഫയർഫോഴ്സും നാട്ടുകാരും ഒക്കെ ചേർന്ന് പുറത്തെടുത്ത് ആശുപത്രിയിൽ എത്തിച്ചു. പക്ഷെ അപ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു. മൃതദേഹം ഇപ്പോൾ തലശ്ശേരി ജനറൽ ആശുപത്രിയിൽ ആശുപത്രി മോർച്ചറിയിലാണുള്ളത്. പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടികൾക്ക് ശേഷം ഉച്ചയോടുകൂടി മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. അതിനിടെ ഇവിടെ പഴയങ്ങാടി പാലക്കോട് തോണി മറിഞ്ഞ ഒരാളെ കാണാതായിട്ടുണ്ട്. ഇന്ന് പുലർച്ചെയാണ് ഈ സംഭവം ഉണ്ടാവുന്നത്. രാത്രി 1 മണിയോടുകൂടിയാണ് ശക്തമായ കാറ്റിലും മഴയിലും പെട്ട് തോണി മറിയുന്നതും ഒരാളെ കാണാതാവുകയും ചെയ്യുന്നത്. പുഞ്ചക്കോട് സ്വദേശിയായ അബ്രഹാം എന്ന ആളെയാണ് തോണി മറിഞ്ഞ് കാണാതായിരിക്കുന്നത്. ഈ ചെറുവള്ളങ്ങളിൽ പോയി മീൻ പിടിക്കുന്ന മത്സ്യബന്ധന തൊഴിലാളിയാണിവർ. അങ്ങനെ ചെറുവള്ളത്തിൽ മത്സ്യബന്ധനത്തിന് പോകുന്നതിനിടെയാണ് അപകടമുണ്ടായിരിക്കുന്നത്. ഇവിടെ നേരത്തെ തന്നെ നിരവധിയായ അപകടങ്ങൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടുകൊണ്ടിരുന്നു. നേരത്തെയും 2-3 വള്ളങ്ങൾ ഇത്തരത്തിൽ മൺതിട്ടയിൽ ഇടിച്ചും മറ്റുമൊക്കെ അപകടമുണ്ടായ വാർത്തകളുണ്ടായിരുന്നു. പക്ഷേ ഇത് കാറ്റിലും പെട്ട് തോണി മറന്നതാണെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും ഇന്നലെ രാത്രി അവിടെ തിരച്ചിൽ ദുഷ്കരമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് പുലർച്ചെ മുതൽ തന്നെ മറൈൻ എൻഫോഴ്സ്മെന്റ് അടക്കമുള്ള ആളുകൾ, ഒപ്പം മത്സ്യബന്ധന തൊഴിലാളികളൊക്കെ ചേർന്ന് അവിടെ കാണാതായ ആൾക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. ശരി, കണ്ണൂരിലെ വിവരങ്ങളാണ് സുനിൽ ഐസക് നൽകിയത്.